തിരുവനന്തപുരം നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയത് ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് മേയറുടെ ഇപ്പോഴത്തെ മേയറുടെ പ്രസ്താവന. അതാണ് ഇന്ന് ഈ 10 സമയം വിളിച്ച് കേൾക്കണം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. തിരുവനന്തപുരത്തെ ബഹുമാന്യനായ മേയർ ശ്രീ വി രാജേഷ് വെളുപ്പശാല പദ്ധതി തകർത്ത് തിരുവനന്തപുരത്തെ മാലിന്യ കൂമ്പാരമാക്കിയത് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണെന്ന് പ്രസ്താവിച്ചത് കണ്ടു. വെളുപ്പശാല മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ചരിത്രം ഞാൻ പറയാം. 1995 ഞാൻ തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റെടുക്കുന്നു. അന്ന് വി രാജേഷ് അടക്കമുള്ള യുവാക്കൾ ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമായിരുന്നു ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി. അന്ന് കൂട്ടുകാരൻ കോളേജിലോ സ്കൂളിലോ അവരൊക്കെ പഠിക്കുകയാണ്. അതുകൊണ്ട് വന്നത് ഞാൻ മേയറായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയാണ്. അത് കൊണ്ടുവന്നത് ഞാൻ മേയറായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയാണ്. ആ ഭരണസമിതി ചുമതല ഏറ്റെടുക്കുമ്പോൾ 400 ടൺ മാലിന്യമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ കെട്ടിക്കിടന്നിരുന്നത്. കേന്ദ്രീകരിച്ചോ വികേന്ദ്രീകരിച്ചോ ഈ മാലിന്യം നിക്ഷേപിക്കാനോ നീക്കം ചെയ്യാനോ നശിപ്പിക്കാനോ ആകാത്ത സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അന്ന് UDF ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത്. അക്കാലത്ത് വെളുപ്പശാലയിൽ തിരുവനന്തപുരം നഗരസഭ 12.5 ഏക്കർ ഭൂമി കണ്ടെത്തി മാലിന്യ സംസ്കരണ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ അക്വയർ ചെയ്തിട്ടിരുന്ന സ്ഥലമായിരുന്നു ഞാൻ മേയറായി വരുമ്പോൾ. ഇതിനായി ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന പ്രോഗ്രാം 6 മാസത്തെ കാലത്തേക്ക് പ്രോജക്റ്റ് നടപ്പിലാക്കി. ഇവിടെ ഇരിക്കുന്ന പഴയ പത്രപ്രവർത്തകർക്കൊക്കെ അറിയാം. ജനങ്ങളെ ആകെ അണിനിരത്തുന്ന ഈ പദ്ധതിയിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ അണിനിരന്ന് ഓടകൾ അടക്കമുള്ളവ വൃത്തിയാക്കി. ഈ ജനകീയ പദ്ധതിക്ക് പിന്നാലെ വെളുപ്പശാലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറി. നിയമാനുസരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോപ്സൺ ഗ്രൂപ്പിന് ഫാക്ടറി തുടങ്ങുവാനുള്ള അനുമതി നൽകി. ജനങ്ങൾ ആശങ്ക ദൂരീകരിക്കുവാൻ ആന്ധ്രാപ്രദേശിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം സന്ദർശിച്ച് തൃപ്തി രേഖപ്പെടുത്തി. എല്ലാവരെയും കൊണ്ടുപോയി അവിടെ ആന്ധ്രയിൽ. അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭാരവാഹികളെ കൊണ്ടുപോയി, അവിടുത്തെ MLA കൊണ്ടുപോയി, അവിടുത്തെ MP കൊണ്ടുപോയി, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അന്നത്തെ കൗൺസിലുള്ള എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരെ കൊണ്ടുപോയി എല്ലാവരും ട്രെയിൻ പിടിച്ച് ഒരു ബോഗി ബുക്ക് ചെയ്ത് എല്ലാവരെയും ആന്ധ്രയെ കൊണ്ടുപോയി അവിടുത്തെ ഇതേ സെയിം ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന പ്ലാന്റ് കാണിച്ചു. ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മാതൃകയിലായിരുന്നു പദ്ധതി. ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞിട്ട് ഈ ഫാക്ടറി കോർപ്പറേഷനെ ഏൽപ്പിക്കും. കെട്ടിക്കിടക്കുന്ന 400 ടൺ മാലിന്യം വളമാക്കുവാനുള്ള പദ്ധതി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ K. നായനാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യത്തെ ജൈവവളമാക്കാനായിരുന്നു പദ്ധതി. പിന്നീട് എൻ്റെ മേയർ കാലാവധിക്ക് ശേഷം പ്രൊഫസർ J. ചന്ദ്ര, ശ്രീ ജയൻ ബാബു, ശ്രീമതി ചന്ദ്രിക എന്നിവർ നേതൃത്വം നൽകിയ നഗരസഭാ ഭരണസമിതി വിജയകരമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. 15 വർഷക്കാലം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. കേരളത്തിലെ ഒരു തദ്ദേശസ്വയംഭരണ സ്ഥാപനവും ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശ്രീ ഉമ്മൻചാണ്ടി വെളുപ്പശാല ഫാക്ടറി പൂട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വെളുപ്പശാല ഒന്ന് പ്രഖ്യാപിച്ചതാണ്. ഇതിനായി പ്രാദേശിക തലത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിന് BJP ശക്തമായ പിന്തുണ നൽകി. അതാണ് ഇപ്പോഴത്തെ മേയർ പറയേണ്ടത്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി. ഫാക്ടറി തന്നെ പൂട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന ഇടതുപക്ഷ സമിതികൾ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുവാൻ വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരം നഗരസഭ അധികാരത്തിൽ വന്നതും സുഗമമായി നടന്നു വന്ന പദ്ധതികൾ താളം തെറ്റുന്നു. വി രാജേഷ് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തകിടം മറിച്ചത് ആരാണെന്ന് വ്യക്തമാകും. ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഊക്കൻ മറുപടി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ, അതിൽ വസ്തുതയുണ്ടെങ്കിൽ ആ വസ്തുതയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് വേണ്ടത്.